Hi guys! ഇന്നത്തെ നമ്മുടെ യാത്ര മലയാറ്റൂരിലേക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ മലയാറ്റൂർ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ എന്നാൽ പിന്നെ നമുക്കൊന്ന് മലയാറ്റൂർ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ബസ്സിനാണ് നമ്മളെല്ലാവരും പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട് വരുന്നത് പുക്കാട്ടുപടിയാണ്. അപ്പോൾ പുക്കാട്ടുപടിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിന് പെരുമ്പാവൂർ ചെന്നിട്ട് അവിടെ നിന്ന് കാലടി ബസ് കയറിയിട്ട് കാലടിയിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ മാത്രമാണ് മലയാറ്റൂരിലേക്കുള്ളത് കേട്ടോ. ആലുവ ഭാഗത്ത് നിന്ന് വരുന്നവർക്കൊക്കെ ആലുവയിൽ നിന്ന് കാലടി വന്നിട്ട് അവിടെ നിന്ന് മലയാറ്റൂരിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സൺഡേ ആണ് മലയാറ്റൂര് പെരുന്നാൾ വരുന്നത്. അപ്പോൾ ദുഃഖവെള്ളിയോടൊക്കെ അനുബന്ധിച്ച് ഒരുപാട് വിശ്വാസികൾ മലയാറ്റൂരിലേക്ക് എത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നവർക്കൊക്കെ ആലുവയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നൊക്കെ ഒരുപാട് ബസ് സർവീസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും വരാവുന്നതാണ്. അങ്ങനെ നമ്മൾ മലയാറ്റൂര് അടിവാരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ നക്ഷത്ര തടാകമാണ്. അപ്പോൾ ഈവനിങ് വ്യൂ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആട്ടോ. അപ്പോൾ ഈ ഒരു നക്ഷത്ര തടാകത്തില് ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ ഫുൾ നക്ഷത്രങ്ങളൊക്കെ ഇട്ട് ഇതിന് ചുറ്റുമായിട്ട് നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മലയാറ്റൂർ അടിവാരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പഴയ പള്ളി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ ഇവിടെ വരുന്ന വിശ്വാസികളൊക്കെ ആ ഒരു പഴയ പള്ളി സന്ദർശിച്ചിട്ട് അവിടെ അടുത്തുള്ള പെരിയാറിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷം 2 കിലോമീറ്റർ നടന്നാണ് ഈ ഒരു മലയാറ്റൂർ അടിവാരത്തിലേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു മല കയറാനായിട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മലയാറ്റൂർ അടിവാരത്തിലേക്ക് ബസ് കിട്ടിയത് കൊണ്ട് നമ്മൾ ഈ ഒരു അടിവാരത്തിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ മല കയറാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഒരു ഈവനിങ് 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഈസ്റ്റർ സമയത്തിനൊക്കെയാണ് ആൾക്കാർ ഇവിടെ കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മല കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ചുറ്റും മരങ്ങളും പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1200 അടിയോളം ഹൈറ്റിലാണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ നടന്ന് കയറേണ്ടതാണ്. അപ്പൊ ഈ ഒരു മലയാറ്റൂർ മല എന്ന പേര് വരാൻ തന്നെ കാരണം ഇവിടുത്തെ മലയും അതിനിടയിലൂടെ ഒഴുകുന്ന പെരിയാറും ചേർന്ന ഊരാണ് മലയാറ്റൂർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ മലകയറ്റത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ നിന്നാണ് എല്ലാവരും മല പോവാനുള്ള ആ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പൊ അതിനുശേഷമാണ് ഇവിടുന്ന് മല കയറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ വരെയാണ് റോഡ് ടാർ ചെയ്തതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ നമ്മുടെ പാറക്കെട്ടുകളും ഇടുങ്ങിയ വഴികളൊക്കെ ആയിട്ടുള്ള ഒരു പാതയാണ്. അപ്പൊ കുറേ പേര് ഇവിടെ സൈഡിൽ ഇതുപോലത്തെ നമുക്ക് കുത്തി നടക്കാനായിട്ടുള്ള സ്റ്റിക്കുകളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഹൃദ്രോഗമുള്ളവരും പിന്നെ അസുഖമുള്ളവരൊന്നും മല കയറരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ താഴത്തെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം എന്ന രീതിയിലുള്ള ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ടെൻഷൻ അമ്മയ്ക്ക് ഇത്രയും മുകളിൽ കയറാൻ പറ്റുമെന്നായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് എന്തായാലും കയറണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ അമ്മയുടെ കാര്യത്തിലായിരുന്നു. പക്ഷെ നമ്മൾ നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളിതാ നടത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പോയിന്റിലും ഇതുപോലെ 14 സ്ഥലങ്ങളിൽ ആയിട്ടാണ് ഈ ഒരു മലമുകളിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് കുരിശിന്റെ വഴി എന്നാണ് പറയുന്നത്. അപ്പോൾ 14 സ്ഥലങ്ങളിൽ ഇതുപോലെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ 1-ാം സ്ഥാനത്തേക്ക് തന്നെ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 1-ാം സ്ഥാനത്ത് മെഴുകുതിരി കത്തിച്ചതിന് ശേഷമാണ് മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ മുകളിലേക്ക് കയറുന്നതോറും ഞാൻ ശരിക്കും ടയേർഡായിരുന്നു. കാരണം പാറക്കെട്ടുകൾ നിറഞ്ഞ വഴിയാണ്, ഫുൾ ഇതുപോലത്തെ പാറക്കെട്ടുകളും എല്ലാം നിറഞ്ഞ വഴിയാണ്. അപ്പോൾ നമുക്ക് ഓരോ ഹൈറ്റ്സിലേക്ക് പോകുന്തോറും നമുക്ക് കുറച്ച് ടയേർഡ്നെസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ ഭയങ്കര ഈസി ആയിട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പോകുന്ന വഴിക്കൊക്കെ ലൈറ്റ്സുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഓരോ പോയിന്റുകളിലും കുടിവെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സാവധാനത്തിൽ മല കയറിയാൽ മതി. അപ്പോൾ ഇതിന് അപ്പുറത്തായിട്ട് വനമാണ്. അപ്പോൾ കുറേ ഇവിടെയൊക്കെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് വനമൊക്കെ ആയതുകൊണ്ട് അവിടെ എർത്ത് കമ്പികളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇത്രയൊരു വനത്തിലൂടെ രാത്രി ഫസ്റ്റ് ടൈം ആട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പോയിന്റിൽ എത്തുമ്പോഴും നമ്മൾ കുറേ നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം ഹൈറ്റിലേക്ക് കയറുന്തോറും പാറകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാവധാനത്തിലാണ് കയറുന്നത് കേട്ടോ. ഓരോ സ്ഥലങ്ങൾക്ക് പിന്നിലും അതിൻ്റെതായിട്ടുള്ള ഒരു ചരിത്രമുണ്ടല്ലോ. അപ്പോൾ മലയാറ്റൂർ എന്ന് പറയുന്ന ഈ ഒരു പള്ളിക്ക് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. AD 52 തോമസ് ലീഹ ക്രൈസ്തവ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂർ വരികയും അവിടെ 7 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് മലയാറ്റൂർ പ്രദേശങ്ങളിൽ എത്തുകയും ഇവിടെയുള്ള ജനങ്ങൾക്ക് ക്രൈസ്തവ സുവിശേഷങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷെ ആൾക്കാർ ഇതിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ തോമസ് ലീഹയ്ക്ക് സങ്കടത്താൽ ഈ ഒരു മലയാറ്റൂർ മലയുടെ മുകളിൽ കയറി പ്രാർത്ഥിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ഒരു കുരിശു വരയ്ക്കുകയും അവിടെ ഒരു ദിവ്യപ്രഭ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. തോമസ് ലീഹ ഈ ഒരു പാറക്കെട്ടുകളിൽ നിന്ന് പ്രാർത്ഥിച്ച് അവിടെ സ്പർശിച്ചപ്പോൾ അവിടെ രക്തം ഒഴുകി എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പൊൻകുരിശ് പ്രത്യക്ഷപ്പെടുകയും വനവാസത്തിനുമായിട്ട് വന്ന ആൾക്കാരെ ഇത് കണ്ടുപിടിക്കുകയും ചെയ്തു. പിന്നീട് ഇതിൽ വിശ്വസിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ചരിത്രങ്ങളിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് ഇവിടെ ഒരു പള്ളി പണിയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പള്ളി 1968 വരെ ഇവിടെ ഘോര വനമായിരുന്നു. അപ്പൊ ഈ ഒരു വനത്തിന്റെ സമീപത്തായിട്ട് ഇഷ്ടംപോലെ മൃഗങ്ങളും ആനകളും ഒക്കെ ഉള്ള കൊടും കാടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നേരത്തെ സ്ഥാപിച്ച പള്ളിയിൽ ഈ ആനകൾ വന്ന് കുത്തി ആ ഒരു പള്ളിയിൽ അതിന്റെ പാടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പഴയ പള്ളി ആന കുത്തിയ പള്ളി എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ആന കുത്തിയ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഒരു ചില്ലൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അവിടെ ഒരു പുതിയ പള്ളി പണിയുകയും അവിടെയാണ് ഈ തോമസ് ലീഹയുടെ ആ ഒരു പൊൻകുരിശ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ ആ ഒരു കുരിശൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. ആ ഒരു പുതിയ പള്ളിയിലാണ്. വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടി എത്തുന്നതും ആ ഒരു പുതിയ പള്ളിയിലാട്ടോ. അപ്പൊ ഇതിന്റെ സമീപത്തായിട്ട് തോമസ് ലീഹ ദാഹിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു കിണറിൽ നിന്നും വെള്ളം കുടിച്ചു എന്നൊക്കെ വിശ്വസിക്കും. പാറയായിരുന്നു. ആ ഒരു പാറ പൊട്ടിച്ചപ്പോൾ അവിടെ നിന്നും വെള്ളം താനെ വന്നു. പിന്നീട് അതൊരു അത്ഭുത കിണറായി മാറി എന്നും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്തെ വെള്ളമൊക്കെ ഇപ്പോഴും ആൾക്കാർ രോഗശമനത്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ഭുത കിണറും ആനകുത്തിയ പള്ളിയും പുതിയ പള്ളിയും എല്ലാം ഈ ഒരു 14 സ്ഥാനങ്ങളും കഴിഞ്ഞ് ഏറ്റവും മലമുകളിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് മാത്രമല്ല, തോമസ് ലീഹ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആ ഒരു സ്ഥലത്ത് ഇപ്പോഴും തോമസ് ലീഹയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ സ്ഥലം ഇപ്പോഴും അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മുകളിൽ എത്തുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്ന കേട്ടോ. ഇവിടെ കൂടുതൽ എത്തുന്ന ആൾക്കാരും ദണ്ഡവിമോചനം ലഭിക്കാനായിട്ടുള്ള വിശ്വാസികളാണെന്നാണ് പറയുന്നത്. ദണ്ഡവിമോചനം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പാപങ്ങൾ അത്രയും തീർക്കാൻ വേണ്ടി, മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലാണ് ഇവിടെ ഉള്ളവർ വിശ്വസിച്ചിട്ട് ആ ഒരു മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് താഴത്തുള്ള പള്ളിയിൽ കുളിച്ച് ഈ ഒരു 14 സ്ഥാനങ്ങൾ കയറി ഈ ഒരു മലമുകളിൽ എത്തി പ്രാർത്ഥിച്ചു പോകുന്നത് എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പൊ ഈ ഒരു ദുഃഖവെള്ളി, ഈസ്റ്റർ സമയങ്ങളിലാണ് കൂടുതൽ ആൾക്കാരും ഈ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള മരക്കുരിശും അതുപോലെ തന്നെ ചെരുപ്പൊന്നും യൂസ് ചെയ്യാതെയൊക്കെ നടന്ന് കിലോമീറ്ററുകളൊക്കെ നടന്നു വരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ വരെ ഒരുപാട് പേര് ഈ ഒരു ടൈം ആകുമ്പോൾ മലയാറ്റൂർ മല നടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ അത്രയധികം വിശ്വാസത്തിലാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. ഇവിടെ ഇതിൽ കയറി തൊഴുതിട്ട് അവിടെ പോയി അവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. ഒരു ചെറിയ വ്ളോഗറാണ്. എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം?
വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നു. പക്ഷെ പൂനെയിൽ നിന്ന് അത്രയും സമയം കിട്ടുമെന്ന് നമുക്ക് നോക്കണം. അതെ, ഇനി അടുത്തെന്താ പരിപാടി? വേറെ താഴെ ചെല്ലണം. അങ്ങനെ നമ്മൾ നടന്ന് 14-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ 14-ാം സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ ഫുൾ സ്റ്റെപ്പുകളാട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പുകളും കയറിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് എത്തുവാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മാപ്പാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ ഇതുപോലത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ അത്രയും സ്റ്റെപ്പുകൾ കയറിയിട്ട് മുകളിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം നമ്മൾ ഇത്രയും ലാസ്റ്റ് വരെ കയറുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലൊക്കെയാണ് നമ്മൾ കയറുന്നത്. പക്ഷെ ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ അത്രയും മല നടന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ ഒരു മല മുകളിലേക്ക്. അടിവാരത്ത് നിന്ന് ഈ ഒരു മല കയറാനായിട്ട് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട്. അതും കുത്തനെയുള്ള വഴികൾ, പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ് ഇടുങ്ങിയ വഴികളാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴികളൊന്നുമല്ല. അപ്പോൾ അതൊക്കെ കയറി വേണം നമുക്ക് ഈ ഒരു മുകളിൽ എത്താനായിട്ട്. അങ്ങനെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഒരുപാട് പേര് ജാതി മത ഭേദമന്യേ, പ്രായഭേദമന്യേ, ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ അതാ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ആനകുത്തിയ പള്ളി എന്ന് പറയുന്നത് ദാ ഈ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ കല്ലുകളിലൊക്കെ ആന കുത്തിയതിൻ്റെ പാടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതവിടെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു പാറയുടെ മുകളിലാണ് ഈ ഒരു പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് തോമാസ് ലീഗ വന്ന് പ്രാർത്ഥിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ദാ അങ്ങനെ നമ്മൾ ഇവിടുത്തെ ആ ഒരു പുതിയ പള്ളി, ഇതിന് സമീപത്തായിട്ടാണ് പുതിയ പള്ളി ഉള്ളത്. അപ്പോൾ ദാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാം നമ്മൾ എത്രമാത്രം ഹൈറ്റിലാണ്, എത്ര മരങ്ങളും ഇവിടുത്തെ കാടുകളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതാണ് ആനകുത്തിയ പള്ളി. അപ്പോൾ അതിൻ്റെ താഴെയായിട്ടാണ് പുതിയ പള്ളി. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അകത്ത് കയറിയൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു പുതിയ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പുതിയ പള്ളിയിലാണ് ആ ഒരു പൊൻകുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അത്ഭുത കിണറും ഇവിടെ സംരക്ഷിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ നടന്ന് ടയേർഡായിട്ട് ഇവിടെ വന്നിട്ട് കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അത്രയും ഹൈറ്റ്സിൽ വന്ന് വളരെ ശാന്തമായിട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം. അപ്പോൾ എന്താ പറയുക, നമുക്ക് അത്രയധികം നമ്മുടെ ആ ഒരു മനസ്സ് ശാന്തമാവുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ അതാ നമ്മളിപ്പോൾ നടന്നിറങ്ങുന്നത് പുതിയ പള്ളിയിലേക്കാണ്. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് ഇവിടുത്തെ പൊൻകുരിശ്. അങ്ങനെ നമ്മൾ പൊൻകുരിശൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സമീപത്താണ് തോമാസ് ലീഹ പ്രാർത്ഥിച്ച് അവിടെ ആ ഒരു കാൽമുട്ട് അതുപോലെ പാദങ്ങളൊക്കെ ഇപ്പോഴും സംരക്ഷിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ തന്നെ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യ തീർത്ഥാടന കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നതാണ് മലയാറ്റൂർ കുരിശുമുടി. അപ്പോൾ 2004 മാർപ്പാപ്പ ഈ ഒരു രാജ്യാന്തര പദവി നൽകിയത്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഈ ഒരു ഈസ്റ്റർ ടൈമിലൊക്കെ, ദുഃഖവെള്ളി ടൈമിലൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എയർപോർട്ടിൻ്റെയൊക്കെ ഒരു വ്യൂ കാണാം. ഇവിടെ പ്ലെയിനൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നത്, ലാൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ, ലൈറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ പകലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നല്ല ഈ ഒരു മലമുകളിൽ നല്ലൊരു വ്യൂ കിട്ടും. പക്ഷെ നൈറ്റ് വരുമ്പോൾ അത് വേറൊരു പ്രത്യേക ഫീലാണ്. ഈ ഒരു രാത്രി ഈ ഒരു വനത്തിലൂടെയൊക്കെ നടന്ന് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് കിട്ടുന്ന ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അമ്മയും സെക്കൻഡ് ടൈം എന്തോ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ബാക്കി നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ കാണുന്നതാണ് ആ ഒരു പാദമുദ്ര പതിഞ്ഞ സ്ഥലം. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ അത്ഭുത കിണറുണ്ട്.
അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ കുറച്ചും കൂടി എനിക്ക് പേഴ്സണലി എനിക്ക് ഇറങ്ങിയപ്പോഴാണ് കുറച്ച് പാടായിട്ട് തോന്നിയത്. കാരണം വലിയ വലിയ കല്ലുകളായതുകൊണ്ട് എനിക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പേടി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോൾ വളരെ കുറവ് ടൈം എടുത്താണ് ഇറങ്ങിയത്. കയറാനെടുത്തതിനേക്കാളും വളരെ കുറവ് ടൈമാണ് നമുക്ക് ഇറങ്ങാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കുറച്ചധികം ടൈം വേണ്ടി വന്നു. പക്ഷെ ബാക്കി അമ്മയ്ക്കും ബാക്കി എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അമ്മക്ക് സൂപ്പറായിട്ട് തന്നെ കയറാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് തന്നെ വലിയ കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ഇറങ്ങുവാണ്. അപ്പോൾ ഈ ഒരു മാർച്ച് ഏപ്രിൽ ടൈമിലാണ് മലയാറ്റൂര് സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം. അതുമാത്രമല്ല, ഇവിടെ വരുന്നവരാണെങ്കിൽ രാത്രി ടൈം ആയിരിക്കും കൂടുതൽ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ ഒരു ചൂടും എല്ലാം കുറവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രി വരുമ്പോൾ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, വെള്ളമൊക്കെ ഉണ്ട്, നമുക്ക് അത്രയും ടയേർഡ് ആവില്ല. പക്ഷെ പകൽ വരുമ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിനേക്കാളും എനിക്ക് തോന്നുന്നു നൈറ്റ് ആയിരിക്കും കൂടുതൽ ബെസ്റ്റ് എന്ന് തോന്നുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം 12:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 4-5 മണിക്കൂർ നമുക്ക് ടോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ പോലും ഇഷ്ടംപോലെ പേര് മല കയറാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റൊക്കെ മല കയറുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് പ്രായമായവരുണ്ട്. അപ്പോൾ ലൈഫിൽ എപ്പോഴെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ ഈ ഒരു മലയാറ്റൂര് എന്തായാലും നിങ്ങൾ സന്ദർശിച്ച് നോക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.